ഹേ ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്സാപ്പ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മഞ്ചൂരിയൻ റെസിപ്പി ആയിട്ടാട്ടോ. എല്ലാവർക്കും ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മഞ്ചൂരിയൻ എന്ന് കേട്ട് മടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ. എന്നാൽ ഈ മഞ്ചൂരിയൻ റെസിപ്പി ഫെയിൽ പ്രൂഫ് റെസിപ്പിയാണ് കേട്ടോ. ഇതിന് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴത്ത് കമൻറ്റ് സെക്ഷനിൽ എഴുതാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മഞ്ചൂരിയൻ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. നമ്മളിന്ന് സോയ മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടി ഒരു വലിയ കപ്പ് സോയ ഞാൻ എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലത്തെ വെള്ളം സ്ക്വീസ് ഔട്ട് ചെയ്ത് എടുക്കാൻ പോവാണ്. 5 മിനിറ്റിന് ശേഷം ഞാൻ വെള്ളമൊക്കെ നല്ലോണം സ്ക്വീസ് ഔട്ട് ചെയ്ത് എടുക്കാൻ പോവാണ്. എന്നിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാൻ പോവാണ്. ഇതിൻ്റെ മെയിൻ റീസൺ എന്തുകൊണ്ടാണ് നമ്മൾ വെള്ളം നല്ലോണം പ്രസ് ചെയ്ത് കളയണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വറുക്കുമ്പോൾ വെള്ളം കൂടുതലാണ് ഈ സോയയുടെ ഉള്ളിൽ വെച്ചാൽ അത് കൂടുതൽ എണ്ണ കുടിക്കും. അതുകൊണ്ടാട്ടോ. അപ്പം ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മഞ്ചൂരിയനിൽ അവർ ആഡ് ചെയ്യണ ഒരു സാധനമാണ് ഈ സാമ്പൽ സോസ് എന്ന് പറയും. അത് ഈ മലേഷ്യൻ ഇതിലൊക്കെ ഒരു നോൺ വെജ് സോസാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇന്ത്യൻ വെജിറ്റേറിയൻ വെറൈറ്റി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളാണ്: ഒരു കുഞ്ഞി ബൗളിൽ ഒരു 2 വലിയ അല്ലി വെള്ളുള്ളി എടുക്കുക, പിന്നെ ഒരു 2 കുഞ്ഞുള്ളി അല്ലെങ്കിൽ ചെറിയുള്ളി അതിലേക്ക് ഇടുക, അതേപോലെ ഒരു 3 ചുവന്ന മുളക് എടുക്കുക. എന്നിട്ട് അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ കുരു കളയുക. കുരുവിലാണല്ലോ കൂടുതൽ എരിവുണ്ടാവുക. അപ്പോൾ ആ കുരു കളയുക. നമുക്ക് കാര്യമായി സ്പൈസ് ആവശ്യമില്ല. അപ്പോൾ എന്നിട്ടത് കളഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടുക, ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 എണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കുക. കുരു കളയാൻ മറക്കരുത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് ഒരു ചെറിയ കഷ്ണം പുളിയാണ് കേട്ടോ. ചെറിയൊരു കഷ്ണം പുളി. ഇതിൻ്റെ മലേഷ്യൻ വെറൈറ്റിയിൽ അവർ ഫിഷ് സോസ് ആഡ് ചെയ്യും. അത് നമ്മൾ ആഡ് ചെയ്യില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഇത്ര പോകുന്ന കഷ്ണം ഒരു ഇഞ്ചിയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് കുറച്ച് ഇളം ചൂടുള്ള വെള്ളമാണ്. ഇളം ചൂടുള്ള വെള്ളം, കാരണം ഇത് സോക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് അടിച്ചിട്ട് ഒരു നല്ല സോസ് ആക്കി എടുക്കണം. അപ്പോൾ ഇത് കുറച്ച് നേരം കുതിരാൻ വയ്ക്കുക. ഇനി അടുത്തത് നമ്മുടെ സോയ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു 2 to 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അടുത്തത് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ചായിട്ട് സോയ ഇട്ട് വറുത്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം അതൊരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ കിച്ചൺ ടവൽ ഒരു പ്ലേറ്റിന് മേലെ വിരിച്ചിട്ട് അതിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ എക്സ്ട്രാ ആയിട്ടുള്ള ഓയിൽ അത് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു മീഡിയം സൈസ് സബോള അല്ലെങ്കിൽ വലിയ ഉള്ളി ഇങ്ങനെ ക്യൂബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ക്യാരറ്റ് ഇങ്ങനെ നൈസാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ്ഡ് ക്യാപ്സിക്കം ഇങ്ങനെ ക്യൂബ് ചെയ്തിട്ടുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളി ഇങ്ങനെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ സാമ്പൽ സോസ് ആട്ടോ. ഞാനിങ്ങനെ നന്നായിട്ട് ആ കുതിർന്ന് വെച്ചതിനെ അടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ പോകെ പറയാം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ സോട്ടേ ചെയ്യുമല്ലോ, വെജിറ്റബിൾസ് നമ്മൾ നന്നായിട്ട് വറുക്കുമല്ലോ, അതിന് മുന്നേ നമ്മുടെ ഈ പാനിലൊന്ന് ഇതിങ്ങനെ സൈഡിലിങ്ങനെ ഇത് കൊടുക്കുക. എണ്ണ ചുറ്റും പിടിക്കാൻ വേണ്ടിയിട്ട്, സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി. കാരണം നമ്മൾ നല്ല ചൂടുള്ള എണ്ണയിലാണ് നമ്മൾ സ്റ്റർ ഫ്രൈ ചെയ്യുക. അപ്പോൾ നല്ലോണം ചൂടായതിന് ശേഷം നമ്മുടെ ഗാർലിക്ക് ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞ പാടെ ഞാനെൻ്റെ വലിയുള്ളി അല്ലെങ്കിൽ സബോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ക്യാരറ്റാണ്.
ഒരു 2 മിനിറ്റ് സ്റ്റർ ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നോർമൽ ബേസ് ഫോർ എനി മഞ്ചൂരിയൻ ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുകയാണെങ്കിലും ശരി, വേറെ ചിക്കൻ മഞ്ചൂരിയൻ എന്തുണ്ടാക്കുകയാണെങ്കിലും ശരി, ഇതാണ് ബേസ്. ഇതിലേക്ക് ആ വരണ കഷ്ണങ്ങൾ മാത്രമേ മാറുള്ളൂ. അപ്പോൾ നന്നായി ഹൈ ഫ്ലെയിമിൽ സ്റ്റർ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് കുറയ്ക്കാൻ പോവാണ്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ നമ്മുടെ സാമ്പൽ സോസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അടുത്തത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറാണ്. നിങ്ങൾക്ക് പാം ഷുഗർ ആഡ് ചെയ്യാം. നോർമൽ റെസിപ്പിയിൽ പാം ഷുഗറാണ് ആഡ് ചെയ്യുക. ഇതില്ലെങ്കിൽ ബ്രൗൺ ഷുഗറോ നോർമൽ ഷുഗറോ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സോസ് എല്ലാം നന്നായി 2 മിനിറ്റ് സോട്ടേ ചെയ്തതിന് ശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് ഒരു ടേബിൾ സ്പൂൺ സോയ സോസാണ്. നിങ്ങൾ ലൈറ്റ് സോയ സോസാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യണം. ഞാൻ ഡാർക്ക് സോയ സോസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ മാത്രം ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിൻ്റെ ഹാഫ് അളവ് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ സോയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3 മിനിറ്റ് ഈ ഗ്രേവിയിൽ തന്നെ തിളയ്ക്കാൻ സമ്മതിക്കുക. അപ്പോഴാണ് ആ സോയ സോസ് എല്ലാം നമ്മുടെ സോയയുടെ ഉള്ളിലേക്ക് കയറുക. നെക്സ്റ്റ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഓർത്ത് വെക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ സോയാ സോസിൽ ആവശ്യത്തിന് ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ പൊതുവേ ഉള്ള അളവ് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ മഞ്ചൂരിയൻ്റെ ഉപ്പ് ഭയങ്കര കൂടും. അപ്പോൾ ആവശ്യത്തിന് ചേർക്കുക. എന്നിട്ട് ലാസ്റ്റ് എടുക്കുന്നതിന് മുന്നേ കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ടീസ്പൂണിൻ്റെ അടുത്ത് വിനീഗർ. ഇനി നിങ്ങൾക്ക് ബാക്കി ആവശ്യമുള്ള വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കുക. കാരണം ഈ സോയ കുറച്ചൊക്കെ അബ്സോർബ് ചെയ്യുമല്ലോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോരാനൊക്കെ തോന്നുകയാണെങ്കിൽ മെല്ലെ മെല്ലെ ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തത് ഞാനൊരു സ്ലറി ഉണ്ടാക്കിയിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 3 ടേബിൾ സ്പൂൺ വെള്ളം, 1 ടേബിൾ സ്പൂൺ സോയ സോസും വെച്ചിട്ട്. എന്നിട്ട് അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് തിക്കണം. കണ്ടു, അതിൻ്റെ ഗ്രേവി ഒന്ന് തിക്കനായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓഫ് ചെയ്യുക. എന്നിട്ട് പ്ലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. അപ്പോൾ എല്ലാവരും ഈ സോയ മഞ്ചൂരിയൻ ട്രൈ ചെയ്യുക. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എത്തിയോ ഇല്ലയോ എന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത് പ്ലീസ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും കൂടെ ഒക്കെ ഷെയർ ചെയ്യാം. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക് യു.